കോടതിയും നിയമവും മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ തിന്മകൾക്കെതിരെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയും? നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ കൂടി അവരുടെ ധാർമ്മികത കുറെ കൂടി ഉയർത്തിക്കൊണ്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ തിന്മകൾ അവസാനിക്കും. ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് പീഡന കേസുകളിൽ പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പേരൊന്നും പറയുന്നില്ല, പലരെ എനിക്കറിയാവുന്നവരായതുകൊണ്ട്. അത് ശിക്ഷിക്കപ്പെട്ടില്ല, പക്ഷെ അവരെ ജനം ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം ചില തെരഞ്ഞെടുപ്പുകളിൽ വളരെ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അവർ തോപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അതായത് നിങ്ങൾ ഈ പണി ഇനിയും തുടർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ തോക്കും എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇത് കോടതികൾ മാത്രമല്ല പരിഹാരം. കോടതികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പകരം ജനങ്ങളുടെ ഒരു ഇച്ഛാശക്തിയും ജനങ്ങൾ വലിയ കൃത്യമായിട്ടുള്ള റിയാക്ഷനുകളും കൊടുക്കുന്ന ഒരു കാലം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ മറ്റേ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരാൾ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിയിൽ പങ്കെടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്യേണ്ടി വന്നു, രാജിവെക്കേണ്ടി വന്നു. ആ രാജിവെക്കേണ്ടി വരുന്ന രീതിയിലേക്ക് നമ്മുടെ ധാർമ്മികതയും നമ്മുടെ ഈ പറഞ്ഞ പോലെ മൂല്യബോധങ്ങളും ഒക്കെ ഉയർത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ടുപോലും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കോടതി വഴികളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല.